ഡെവലപ്മെന്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് എ ട്രങ്കേറ്റഡ് കോൺ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് പ്രിസം, സിലിണ്ടർ, കോൺ ആൻഡ് പിരമിഡ്, ഡെവലപ്മെന്റ് ഓഫ് ട്രങ്കേറ്റഡ് പ്രിസം ആൻഡ് സിലിണ്ടർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. ഓക്സിലറി ഇൻക്ലൈൻ സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്ത് ഒരു കോണിനെ കട്ട് ചെയ്തപ്പോൾ കിട്ടുന്ന, ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ബോട്ടം പോർഷൻ, അതായത് ട്രങ്കേറ്റഡ് കോണിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതാണിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. പ്രോബ്ലം നമ്പർ 7. എ കോൺ വിത്ത് 50 mm base diameter and a 70 mm long axis rest on its base on HP. Draw the sectional top view and the development of its lateral surface when it is cut by an inclined plane bisecting the axis and inclined at 45 degree to the HP. ഈ പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ദ ഗിവൺ കോൺ. ഇവിടെ 50 mm ഡയമീറ്ററിൽ ടോപ്പ് വ്യൂവിൽ ഒരു സർക്കിൾ കിട്ടും. 70 mm ഹൈറ്റിൽ ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു HP ആയിട്ട് വരുന്ന ഒരു ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യണം. സെക്ഷൻ ലൈൻ ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്നു. XY ലൈന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. സെക്ഷൻ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക ഫ്രണ്ട് വ്യൂവിൽ, ദെൻ ടോപ്പ് വ്യൂവിൽ ലൊക്കേറ്റ് ചെയ്യുക, സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, കോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുക. ഈ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൽ ജനറേറ്ററിൻ്റെ ട്രൂ ലെങ്ത് ആയിരിക്കും. ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യുക. തീറ്റ ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ബേസ് സർക്കിൾ 2πr ഡിവൈഡഡ് ബൈ ജനറേറ്ററിൻ്റെ ലെങ്ത്. ലാസ്റ്റ് സ്റ്റെപ്പ്, കിട്ടിയിരിക്കുന്ന സെക്ഷൻ പോയിന്റ്സ് ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ സെക്ഷൻ പോയിന്റ്സ് യൂസ് ചെയ്ത് സ്മൂത്ത് കർവ് വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. XY ലൈൻ വരയ്ക്കുക. ടോപ്പ് വ്യൂ ഈസ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 50 mm. ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആയിരിക്കും. ഹൈറ്റ് 70 mm. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. 25 mm റേഡിയസിൽ തിൻ സർക്കിൾ വരയ്ക്കുക. 8 ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുക. സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 8 ബേസ് സർക്കിൾ പോയിന്റ്സ് ആൻഡ് അപ്പെക്സ് നെയിം ചെയ്യുക. ടോപ്പ് വ്യൂ ഈസ് കംപ്ലീറ്റഡ്. ബേസ് സർക്കിൾ പോയിന്റ്സിന്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിൽ കിട്ടും. 70 mm എബോ ആയിട്ട് അപ്പെക്സ് ഓർ വെർട്ടെക്സും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എബോ ആയിട്ട് വേർട്ടെക്സ് ലൊക്കേറ്റ് ചെയ്യുക. ആക്സിസ് ചെയിൻ തിൻ സിംഗിൾ ഡാഷ് ലൈൻ വരയ്ക്കുക. ജനറേറ്റേഴ്സ് വരയ്ക്കുക. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. സെക്ഷൻ ലൈൻ വരയ്ക്കണം. ഇവിടെ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ആണ്. സെക്ഷൻ പ്ലെയിൻ ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്നു. HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. സെക്ഷൻ ലൈൻ ഫ്രണ്ട് വ്യൂവിൽ XY ലൈന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റും. ആക്സിസിൻ്റെ മിഡ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. അതിലൂടെ തിൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ ലൈനിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് സെക്ഷൻ ലൈൻ വരയ്ക്കണം. ഞാൻ ഈ ഡയറക്ഷനിലാണ് വരയ്ക്കുന്നത്, കാരണം A ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷോർട്ടർ ജനറേറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ജനറേറ്ററിനെ ബോട്ടാണ് ഡെവലപ്മെന്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡയറക്ഷനിലാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ പോയിന്റിനെ ബോട്ട് ജനറേറ്റ് ചെയ്യണം. സെക്ഷൻ ലൈൻ ചെയിൻ തിൻ സിംഗിൾ ഡാഷ് തിക്ക് അറ്റ് ബോത്ത് എൻഡ്. സെക്ഷൻ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. A dash O dash 1 line, therefore 1 section point 1 dash. B dash O dash and H dash O dash 2 line 2 points. 2 dash is visible. Next point is hidden. അത് നമുക്ക് പിന്നീട് നെയിം ചെയ്യാം. C dash O dash and G dash O dash 2 lines 2 points 3 dash പിന്നീട് നെയിം ചെയ്യാം.
D dash O dash and F dash O dash, 2 lines, 2 points, 4 dash and hidden point. പിന്നീട് നെയിം ചെയ്യാം. E dash O dash, 1 line, 1 point, 5 dash. ഇനി ബാക്കിലുള്ള പോയിന്റ്സ് ഈ ഓർഡറിൽ നെയിം ചെയ്യുക. 6 dash, 7 dash and 8 dash. ഫ്രണ്ട് വ്യൂയിലെ സെക്ഷൻ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കാൻ ഓരോ പോയിന്റ്സിനെയും ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. 1 dash A dash O ഡാഷിലാണ്. ദർഫോർ 1 A ഓലായിരിക്കും. 2 dash and 8 dash, 2 dash B dash O ഡാഷിലാണ്. ദർഫോർ 2 B ഓലായിരിക്കും. 8 dash H dash O ഡാഷിലായതുകൊണ്ട് 8 H ഓലായിരിക്കും. 3 dash and 7 dash O dash C ഡാഷിലും O dash G ഡാഷിലുമാണ്. O dash C ഡാഷിൻ്റെ ടോപ്പ് വ്യൂ OC, G dash O ഡാഷിൻ്റെ ടോപ്പ് വ്യൂ GO. ഇതൊക്കെ ഒരു ലൈനിലാണ്. അതുകൊണ്ട് പോയിന്റ് പ്രൊജക്റ്റ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് O dash E ഡാഷിലാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ OEയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. O സെൻറ്റർ ഈ പോയിന്റ് റേഡിയസിൽ OCയിലേക്ക് ആർക്ക് വരച്ചാൽ 3 കിട്ടും. OGയിലേക്ക് ആർക്ക് വരയ്ക്കുമ്പോൾ 7 കിട്ടും. 4 dash and 6 dash, 4 dash O dash D ഡാഷിലാണ്. ദർഫോർ 4 ODയിലായിരിക്കും. 6 dash F dash O ഡാഷിലാണ്. ദർഫോർ 6 F ഓയിലായിരിക്കും. 5 dash O dash E ഡാഷിലാണ്. ദർഫോർ 5 OEയിലായിരിക്കും. സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് 1 2 3 4 5 6 7 8 ജോയിൻ ചെയ്യുക. 45 ഡിഗ്രി തിൻ ലൈൻ യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യുക. സെക്ഷൻ ഓഫ് ദ സോളിഡ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് ദ കോൺ വരയ്ക്കുക. 1 ജനറേറ്റർ അബൌട്ട് കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ഈ കിട്ടുന്ന സെക്ടറാണ് കോണിൻ്റെ ഡെവലപ്മെൻറ്റ്. ഈ സെക്ടർ വരയ്ക്കാൻ ഈ ലെങ്ത് അറിയണം, ഈ ആംഗിൾ അറിഞ്ഞിരിക്കണം. ഈ ലെങ്ത് ഈസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ഓഫ് ദ ജനറേറ്റർ. അത് നമുക്ക് ഇവിടെ കിട്ടും. O dash E dash ഓർ O dash A dash. ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് ഈക്വൽ ടു 2 pi r or pi d, where d is the diameter of the circle. അപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു 180 into diameter 50 divided by length of O dash E dash or length of generator, which is approximately 74 mm. Then theta is equal to approximately 121 degree. True length of the generator OA ലൈൻ വരയ്ക്കുക. OA റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. 121 ഡിഗ്രി. ഇവിടെ 8 ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ സെക്ടറിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 121 ഡിവൈഡ് ബൈ 8 അപ്രോക്സിമേറ്റ്ലി 15 ഡിഗ്രി കിട്ടും. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷനൊക്കെ മറന്നുപോയെങ്കിൽ ഈ സെക്ടറിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇവിടെ AO എബൌട്ട് കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് വരുമ്പോൾ അതേപോലെ ഈ സെക്ഷൻ ലൈൻ ഈ ഡയറക്ഷനിൽ വരച്ചപ്പോൾ ഷോർട്ടസ്റ്റ് ജനറേറ്റർ ഇവിടെ കിട്ടുന്നത് കൊണ്ടും എക്ക് എബൌട്ട് കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ആണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് പോയിന്റ് A സ്റ്റാർട്ട് ചെയ്യും. ഈ ഡയറക്ഷനിലാണ് വരച്ചതെങ്കിൽ ABCDEFGH ഓൾറെഡി നെയിം ചെയ്തിട്ടും ഉണ്ടെങ്കിൽ ഇവിടെ ഷോർട്ടസ്റ്റ് എഡ്ജ് കിട്ടുക E ഡാഷ് O ഡാഷിലാണ്. അതുകൊണ്ട് EOയിൽ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പോയിന്റ് EFGHA അങ്ങനെ നെയിം ചെയ്യും.
ലാസ്റ്റ് സ്റ്റെപ്പ് ഫ്രണ്ട് വ്യൂയിലുള്ള സെക്ഷൻ പോയിന്റ്സിനൊക്കെ ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1' A', O' A', O' ട്രൂ ലെങ്ത് ആണ്. ഡെവലപ്മെന്റിൽ മാർക്ക് ചെയ്യുന്ന എല്ലാ ഡയമെൻഷൻസും ട്രൂ ലെങ്ത് ആയിരിക്കണം. ഇവിടെ O', A', 1' കിടക്കുന്നത്. O', A' ട്രൂ ലെങ്ത് ആണ്. ദർഫോർ നമുക്ക് O', 1' ഡിസ്റ്റൻസ് Oയിൽ നിന്ന് OAയിൽ ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെയും മാർക്ക് ചെയ്യാം. ബട്ട് O', 2' മാർക്ക് ചെയ്യുമ്പോൾ O', 2' B', O'. ഈ BO ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP ആണ്. അപ്പോൾ BOയുടെ ഫ്രണ്ട് വ്യൂ B', O' ട്രൂ ലെങ്ത് അല്ല. അതുകൊണ്ട് O', 2'ഉം ട്രൂ ലെങ്ത് ആയിരിക്കില്ല. അപ്പോൾ ഈ O', 2' OBയിൽ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഡെവലപ്മെന്റിൽ ട്രൂ ലെങ്ത് മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റൂ. ഈ പോയിന്റ്സിൻ്റെ ഒക്കെ ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഈ പോയിന്റ്സിന്റെ ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ ഈ പോയിന്റ്സിൽ നിന്നും ട്രൂ ലെങ്ത് ലൈനിലേക്ക് ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് വരച്ചാൽ മതി. അപ്പോൾ 2' നിന്ന് O', A' ട്രൂ ലെങ്ത് ആണ്. അതിലേക്ക് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുന്നു. ഈ പോയിന്റ് ആണ് 2'1' ആൻഡ് 8'1'. അടുത്തത് 3' ആൻഡ് 7'. അത് ഓൾറെഡി ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ ഉണ്ട്. ഈ പോയിന്റ് ആണ് 3'1' ആൻഡ് 7'1'. അടുത്ത പോയിന്റ് 4, 6. ഈ പോയിന്റ് ആണ് 4'1', 6'1'. 5' പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 5' O', E' O', E' ട്രൂ ലെങ്ത്. ഡെവലപ്മെന്റ് ഓഫ് കോൺ ആൻഡ് പിരമിഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സെക്ഷൻ പോയിന്റ്സ് എല്ലാം ട്രൂ ലെങ്ത് ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഓരോ പോയിന്റ്സിന്റെയും ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ട് മാത്രമേ ഡെവലപ്മെന്റിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. O', 1' OAയിലാണ്. OAയിൽ മാർക്ക് ചെയ്യുക 1, 1. അടുത്ത പോയിന്റ് 2' O', 2' എടുക്കരുത്, തെറ്റാണ്. O', 2'1' എടുക്കണം. ഇവിടെ വേറൊരു പോയിന്റ് കൂടെയുണ്ട് 8' O', 2' O', B' പോയിന്റ് ആണ്. ദർഫോർ ഇവിടെ OBയിൽ 2 കിട്ടും. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് 8' വരുന്നത്. 8' ഓൺ O', H'. ദർഫോർ 8 OH'ലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് O', 3' ഇതെടുക്കരുത്, 3'1' എടുക്കുക. 3' C' O'-ലായതുകൊണ്ട് 3 OCയിലായിരിക്കും. ബിഹൈൻഡ് ആയി കിടക്കുന്ന പോയിന്റ് 7' G' O'-ലായതുകൊണ്ട് 7 GOയിലായിരിക്കും. 4' ആൻഡ് 6' 4'1' ഡിസ്റ്റൻസ് എടുക്കുക. 4' D' O'-ലും 6' F' O'-ലും ആയതുകൊണ്ട് 4 ODയിലായിരിക്കും, 6 OFയിലായിരിക്കും. 5' O', E'-ലായതുകൊണ്ട് 5 OEയിലായിരിക്കും. എല്ലാ സെക്ഷൻ പോയിന്റ്സും ട്രാൻസ്ഫർ ചെയ്തു. ഈ പോയിന്റ്സ് ഒക്കെ സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. പിരമിഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഈ ലോവർ പോർഷനാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തിക്ക് കർവ് ആയിരിക്കണം. A1 തിക്ക് ലൈൻ ആയിരിക്കണം. ഈ ആർക്കും തിക്ക് കർവ് യൂസ് വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൽ റീറ്റെയിൻ ചെയ്ത പോർഷൻ തിക്ക് ലൈൻ യൂസ് വരയ്ക്കുക. ടോപ്പ് വ്യൂവിൽ റീറ്റെയിൻ ചെയ്ത പോർഷൻ ഈ സർക്കിൾ തിക്ക് ആയിരിക്കും. ഗിവൺ ഡാറ്റ ഡയമെൻഷൻ ചെയ്യുക. ഇതാണ് ഡെവലപ്മെന്റ് ചെയ്തപ്പോൾ കിട്ടിയ സർഫസ്. ഇത് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഈ സെക്ഷണൽ സർഫസിന്റെ ട്രൂ ഷേപ്പ് ഒക്കെ കാണാൻ പറ്റും. ഇത് റിമൂവ് ചെയ്ത പോർഷൻ, ഇത് റീറ്റെയിൻ ചെയ്ത പോർഷൻ. നെക്സ്റ്റ് വീഡിയോയിൽ ഡെവലപ്മെന്റ് ഓഫ് ലോവർ പോർഷൻ ഓഫ് എ ട്രങ്കേറ്റഡ് പിരമിഡ് ആണ് ഡിസ്കസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.